എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഞാൻ 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ്, ഗോതമ്പിൻ്റെ അട. ഒരു 3 റോബസ്റ്റാ പഴം, കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുറേശ്ശേ ചേർക്കുന്നു. ഇവിടെ മധുരം കുറച്ച് മതി, അതുകൊണ്ട് കുറേശ്ശേ ചേർക്കുന്നു. നമുക്ക് എല്ലാ കൂട്ടും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനകത്ത് ഞാൻ പഴം ഇട്ടിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, ശർക്കര പാനി, കുറച്ച് ഉപ്പ്, ഒരു 4 ഏലക്ക ചതച്ചത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കും. പഴം നല്ല പോലെ ഉടച്ച് പൊടിയിൽ പിടിക്കത്തക്ക രീതിയിൽ കുഴച്ച് വയ്ക്കാം. എല്ലായിടത്തും നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ കുഴക്കണം. പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരണേ, കഷ്ണമായിട്ട് കിടക്കരുത്. ശർക്കര പാനിക്ക് ചെറിയ ചൂടോടുകൂടെ ഒഴിക്കുകയാണെങ്കിൽ അടയ്ക്കൊരു മയം ഉണ്ടാവും നല്ല. ഞാൻ ചെറിയ ചൂടോടുകൂടെ ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് പാനി കൂടെ ഒഴിക്കാം. പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് അട ഉണ്ടാക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ചെറിയ ഉരുളകളായിട്ട് കൈയൊന്ന് നനച്ചിട്ട് ഉരുട്ടിയാൽ കയ്യിൽ പിടിക്കില്ല. അട ഉണ്ടാക്കാൻ ആവശ്യമായ ഇല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുമ്പിളുണ്ടാക്കാം. ഇല മടക്കണമെന്ന് നോക്കിക്കോ, അറിയാൻ മേലാത്തവർക്ക് ഒന്ന് കണ്ടുപിടിച്ചു. ഇല ഇച്ചിരി വലുതാണ്, നീളം കൂടിയ കാരണമാണ് ഇച്ചിരി നീണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇലയ്ക്ക് ഭയങ്കര നീളം ഉള്ളതാണ്. അതിൻ്റെ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ തുമ്പ് നീണ്ടു നിൽക്കും. പതിനാറ് കുമ്പിളുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഒരു അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ചിരുന്നത് വെള്ളം ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അതിലേക്ക് എടുത്ത് വയ്ക്കാം. എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഓഫാക്കിയിട്ട് 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് എല്ലാം. തുറന്ന് നോക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ഷെയറും സബും ലൈക്കും എല്ലാം ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.
എല്ലാവരും വൈകുന്നേരം എണ്ണപ്പലഹാരം കഴിക്കുന്നതിനേക്കാൾ നല്ല ആവിയിൽ വേവിച്ച പലഹാരം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.